ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ടൈമിൻ്റെ ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആദ്യം നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ടിവിറ്റി 1 പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ് ആണ്. Students visit biodiversity garden after summer vacation. They were amazed to see the new plants. Pea, hibiscus, mango tree, bryophyllum, curry leaf, jasmine, kadaplower, coconut tree, rose, etc. are the new plants. From which part is the plant has the new plants spotted out? Fill in the table suitably. അല്ലേ, എന്താണ് സ്റ്റുഡൻസ് സമ്മർ വെക്കേഷന് ശേഷം ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വിസിറ്റ് ചെയ്തതാണ്. അവർ കണ്ട പ്ലാന്റ്സിൻ്റെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് എന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? താഴെ ആ പ്ലാന്റ്സിൻ്റെ ഏതു ഭാഗമാണ് അത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കുഴിച്ചിടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, അവിടെ റൂട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം നമുക്ക് നോക്കാം. കോക്കനട്ട് ട്രീ എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് സീഡ് അല്ലേ, വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന ഏതൊക്കെയാണ്? കോക്കനട്ട് ട്രീ, പംകിൻ, മാംഗോ ട്രീ, കടപ്ലാവ്. സ്റ്റെമ്മോ ജാസ്മിൻ, ചെത്തി, ഹിബിസ്കസ്, റോസ്. ഇനി റൂട്ടോ കറി ലീഫ്. ലീഫ് വെച്ചിട്ട് മിറാക്കിൾ ലീഫ് പ്ലാന്റ്, നിശാഗന്ധി, ഇലമുളച്ചി. നെക്സ്റ്റ്, മാർക്ക് ട്രൂ ഓർ ഫാൾസ് അഗെയിൻസ്റ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. All seeds take equal time span for sprouting. False. Plants grow well in place where there is more sunlight. True. Leaves sprout first when the seeds germinate. എന്താണ്? False. The growth rate of all plants are not the same. True. Next, see, the friends in 3rd standard were going an experiment on the germination of pea seed. What would they have seen first? When the pea seed placed nearest to the side of the glass began to germinate. അതായത് 3rd സ്റ്റാൻഡേർഡിലുള്ള ഫ്രണ്ട്സുകളെല്ലാവരും ചേർന്ന് ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവുകയാണ്. പീ സീഡ് അല്ലേ, കടലയുടെ വിത്ത് മുളപ്പിക്കുകയാണ് അല്ലേ. അവർ എന്താണ് ആദ്യം കാണുന്നത്? എപ്പോഴാണ് ഗ്ലാസ്സിൽ അല്ലേ സീഡ് മുളക്കുന്നത് അല്ലേ, തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലീവ്സ് ജെർമിനേറ്റഡ് ഫ്രം ദ പീ സീഡ്. Sprout came out from pea seed. The stem germinated from the pea seed. Fruit came out from the seed. എന്താണ് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ലീവ്സ് ജെർമിനേറ്റഡ് ഫ്രം ദ പീ സീഡ് ആണോ? സ്പ്രൗട്ട് came out from pea seed ആണോ? The stem germinated from the pea seed ആണോ? Fruits came out from the seed ആണോ? ഏതാണ്? സെക്കൻഡ് ആണ് അല്ലേ, sprout came out from pea seed. Next, activity 2 measuring rainfall. ഇവിടെ it has been raining for 4 days at different areas in Karulavali Panchayat. A table showing the amount of rainfall in each area is given below. ഇവിടെ കരുളായി പഞ്ചായത്തിൽ 4 ദിവസം പെയ്ത മഴയുടെ അളവാണ്, മെഷർമെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭൂമിക്കുത്ത് 24-ാം തീയതി 5 സെൻറ്റിമീറ്റർ, ദെൻ 25 4 സെൻറ്റിമീറ്റർ, ദെൻ തുടങ്ങിയ അളവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ പട്ടിക നോക്കിയിട്ട് ഈ ഒരു തന്നിട്ടുള്ള ടേബിൾ നോക്കിയിട്ട് എന്താണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിൻ്റെ ആൻസർ കണ്ടെത്തി എഴുതുക കേട്ടോ. ഇത് ഈസി ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാനും സാധിക്കും. വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻഫോൾ അല്ലെ, ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഏരിയ റിസീവ്ഡ് ലെസ് റെയിൻഫോൾ, കുറച്ച് റെയിൻ കിട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ 25 അല്ലെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നാൽ നിങ്ങൾക്ക് ആ ബോക്സ് നോക്കിയിട്ട് ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? റെയിൻ ഗേജ് is an instrument to measure the rainfall. The amount of rainfall recorded in rain
gauge will be the same every day. ഏതാണ് only the first one, only the second one. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? റെയിൻ ഗേജ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ റെയിൻഫോൾ. അപ്പോൾ ഏതാണ്? എ ആണ്, ഓൺലി ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് സി, നോട്ട് ഡൗൺ ദ ഫിഗർ ഇൻ ദ റെയിൻ ഗേജ് സ്കെയിൽ. അല്ല, ഇവിടെ നിങ്ങൾക്ക് മഴ അളക്കുന്ന മഴമാപിനിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മഴമാപിനിയുടെ ചിത്രം വരയ്ക്കാൻ പറയും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഇതിലുള്ള മഴയുടെ അളവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? മഴമാപിനി, അതായത് റെയിൻ ഗേജിൻ്റെ പിക്ചേഴ്സ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2B ആണ്. വേ ഓഫ് മൂവ്മെൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സിലുള്ള അനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്? എ ഹോഴ്സ് ആൻഡ് എ ഡക്ക് ആർ ഡിബേറ്റിംഗ് അബൌട്ട് ദെയർ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്. വാട്ട് വുഡ് ഹാവ് ബീൻ ദെയർ ആർഗ്യുമെൻറ്റ്സ്? ഹോഴ്സിന് ക്യാൻ റൺ ആണ് അല്ലേ? പിന്നെന്താണ്? ക്യാൻ വാക്ക് അല്ലേ? വാക്ക് ചെയ്യാനും കഴിയും, റൺ ചെയ്യാനും കഴിയും. പിന്നെന്താണ്? ഡക്കിന് ബോഡി ഫീച്ചേഴ്സ് ഉള്ളത്? ഡക്കിന് ഹാവ് എ വിങ്സ്. പിന്നെന്താണുള്ളത്? ഹാവ് ലെഗ്സ് അല്ലേ? വാക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്യാൻ കഴിക്കും? സ്വിമ്മ് ചെയ്യാനും സാധിക്കും അല്ലേ? അപ്പോൾ ഈ ബോഡി ഫീച്ചേഴ്സിൻ്റെ ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച് പോണേ മക്കളെ. ഇനി ഇവിടെ സം ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് ദ cards having picture of different animals body parts which they have to put in pocket chart. Draw lines to combine the cards with the correct pocket. താഴെ നോക്കിയാൽ സാധിക്കും കാർണിവേഴ്സിനെയും ഹെർബിവേഴ്സിനെയും തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് പാർട്സ് ആർ കോൾഡ് ഹെർബിവേഴ്സ് ആണ് അല്ലേ? പ്ലാന്റ്സിൻ്റെ ഭാഗം കഴിക്കുന്നത് ജീവികളെ പറയുന്ന പേരാണ് ഹെർബിവേഴ്സ് അല്ലേ? ദ ക്രിയേച്ചർ വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ഓർ കോൾഡ് കാർണിവേഴ്സ്. മീറ്റ് മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്നത് കാർണിവേഴ്സ് ആണ്. ഒംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒംനിവേഴ്സ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സിൻ്റെ പാർട്സ് കഴിക്കുന്നതും മീറ്റ് കഴിക്കുന്നതും രണ്ടും കഴിക്കുന്നതിനെയാണ് ഓംനിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാർണിവേഴ്സും ഹെർബിവേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ പാർട്സ് മാത്രം കഴിക്കുന്ന ജീവികൾ. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി മീറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാർണിവേഴ്സും ഹെർബിവേഴ്സും ഓംനിവേഴ്സും ഒക്കെ പഠിച്ച് വെച്ച് പോവുക. അതിനുള്ള എക്സാമ്പിൾസും നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ദ കറക്റ്റ് വൺ. എഗ്, പ്യൂപ്പ, ബട്ടർഫ്ലൈ, ലാർവ. പ്യൂപ്പ, എഗ്, ലാർവ, ബട്ടർഫ്ലൈ. ലാർവ, എഗ്, പ്യൂപ്പ, ബട്ടർഫ്ലൈ. എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ഏതാണ് കറക്റ്റ്? ബട്ടർഫ്ലൈസിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചതാണല്ലേ. ഫസ്റ്റ് എന്താണ്? എഗ്ഗാണ്. പിന്നെയോ ലാർവയാണ്. പിന്നെ പ്യൂപ്പ, ദെൻ ബട്ടർഫ്ലൈ. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ ഈ ഒരു സിസ്റ്റം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെച്ച് പോവുക കേട്ടോ. Then activity 3, different kinds of creatures. Binu and his friends are making an album by collecting the pictures of different animals. Put a circle around the domesticated animal. Help them to write the name of each animal and arrange them in the given tables. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആനിമൽസിനെ തന്നിട്ടുണ്ട് പിക്ചർ. അതിൽ നിങ്ങൾ വീട്ടിൽ ഡൊമസ്റ്റിക് ആനിമൽ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിന് റൗണ്ട് ചെയ്തിട്ട് എന്നിട്ട് ആനിമൽ ദാറ്റ് ആർ വോയ്സ്ഡ് അറ്റ് ഹോം, വീട്ടിൽ വളർത്തുന്നതിൻ്റെ പേരും വളർത്താത്തതിൻ്റെ പേരും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ക്യാറ്റ്, ഡോഗ്, ഹെൻ, ഗോട്ട്, ഡക്ക്, കൗ ഒക്കെ നമ്മളെ ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് അല്ലേ? പിന്നെയോ ബാക്കിയുള്ളത് അതേഴ്സൊക്കെ നോൺ ഡൊമസ്റ്റിക് ആണ് അല്ലേ? നോട്ട് പ്രൈസ്ഡ് അറ്റ് ഹോം ആണ്. അത് ഏതൊക്കെയാണ്? ഫ്രോഗ്, ക്രൗ, എലഫൻറ്റ്, ആൻഡ്, വുഡ് പീക്കോ, ലിസാർഡ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെ ഡൊമസ്റ്റിക് ആനിമൽസിനെയും ആ ഭാഗങ്ങൾ ആനിമൽസിനെ പഠിച്ചു വെച്ച് പോവുക. ഡൊമസ്റ്റിക് ആനിമൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോവുക. ആനിമൽസിനെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഫോർ സെയിൽ, ഫോർ ഫുഡ്, ഫോർ മിൽക്ക്. കൗ ആണെങ്കിൽ ഫോർ മിൽക്ക്, ഫോർ ഡങ്ക്,
അല്ലേ? അങ്ങനെ നമ്മൾ ബെനഫിറ്റ്സ്, അനിമൽസിൻ്റെ ബെനഫിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ച് പോവുക കേട്ടോ. അനിമലും ബെനഫിറ്റ്സും പഠിച്ചു വെച്ച് പോവുക. ഡൊമസ്റ്റിക് ആനിമൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോവുക, അല്ലേ? എന്തിനാണ് ആ ഡൊമസ്റ്റിക് ആനിമൽസിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെച്ച് പോവുക കേട്ടോ. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം എന്താണെന്ന്. നെക്സ്റ്റ്, there are many creatures living around us. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. If they are arranged from the smallest to biggest in order to size, അല്ലേ? എന്താണ്? ചെറിയ ജീവികളിൽ നിന്നും വലിയ ജീവികളിലേക്ക് അടയാളപ്പെടുത്താനാണ്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Which of the given options is in the correct order? You can put mark or write it down. അല്ലേ? lizard, cow, hen, ant. അവിടെ തന്നിട്ടുണ്ട് 1, 2, 3, 4. അത് കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ഇടുക. സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, ഫോർത്ത്. ദെൻ ഫോർത്ത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഡി ആണ് കറക്റ്റ് വരുന്നത്, അല്ലേ? ഫോർത്ത് ഏതാണ്? ആൻഡ് ആണ്. ആൻഡ് ആണ് സ്മോളസ്റ്റ് വൺ, അല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് ആണ് ഏറ്റവും ചെറുത്, അല്ലേ? പിന്നെ ലിസാർഡാണ് വരുന്നത്, അല്ലേ? പിന്നെ തേർഡ് ഹെൻ ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് കൗ, അല്ലേ? അപ്പോൾ ഡി കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ടിക്ക് മാർക്ക് കൊടുക്കണം. ആ ഒരു ആൻസർ താഴെ നിങ്ങൾ ആരോ മാർക്ക് ഇട്ടത് കണ്ടില്ലേ? അതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതും? ആൻഡ്. സെക്കൻഡ് എന്ത് എഴുതും? ലിസാർഡ്. തേർഡ് എന്ത് എഴുതും? ഹെൻ. ദെൻ ഫോർത്ത് കൗ, അല്ലേ? അങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ ആൻസേഴ്സ് ആയി കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് എനി ക്രിയേച്ചർ ദാറ്റ് സീ ഇൻ ദ സോയിൽ. ഇതുപോലെ ഏതെങ്കിലും ഒരു ക്രിയേച്ചേഴ്സ്, അല്ലേ? നിങ്ങളെ മണ്ണിൽ ജീവിക്കുന്ന ക്രിയേച്ചേഴ്സിൻ്റെ നെയിം അതേപോലെ ആരോ മാർക്ക് ഇട്ടിട്ട് സ്മോളസ്റ്റിൽ നിന്നും ബിഗ്ഗസ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമുക്ക് എന്ത് എഴുതാം? ആൻഡ് എഴുതാം. ദെൻ എന്ത് എഴുതാം? ഇൻസെക്ട്സ്, അല്ലേ? ഇൻസെക്ട്സ് ഫസ്റ്റ് എഴുതാം. പിന്നെന്ത് എഴുതാം? ആൻഡ് എഴുതാം. പിന്നെന്ത് എഴുതാം? ബഡ്സ്, അല്ലേ? പുഴുക്കൾ എഴുതാം, അല്ലേ? പ്യൂപ്പ എഴുതാം. ദെൻ എന്ത് എഴുതാം? പിന്നെ നമുക്ക് എർത്തുവർം എഴുതാം, അല്ലേ? സ്മോളസ്റ്റ്, അല്ലേ? അങ്ങനെ ബിഗ്ഗസ്റ്റിലേക്ക് പോവാം, അല്ലേ? ഫസ്റ്റ് സ്മോളസ്റ്റ് എഴുതുക. പിന്നെ എന്ത് എഴുതുക? സോയിലിൽ കാണുന്നതാണ് കേട്ടോ. പിന്നെ ബിഗ്ഗസ്റ്റ് എഴുതുക. അങ്ങനെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സോയിലിൽ കാണുന്ന ജീവികളുടെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4A, വൈ ഡു ദേ ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ഒരു ഗേൾ എന്താ പറയുന്നത്? വി കാൺ സീ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്, ദെൻ വാട്ട് ആർ ദേ ഫോർ? അല്ലേ? നമുക്ക് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് കാണാൻ സാധിക്കുന്നില്ല, അത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ? റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. അപ്പോൾ എന്താണ് ബോയ് മറുപടി പറയുന്നത്? റൂട്ട്സ് മണ്ണിൽ പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്ത് നിലനിർത്തുകയാണെന്നല്ലേ. ഇവിടെ ഐഡൻറ്റിഫൈ ദ വേരിയസ് പാർട്ട് ഓഫ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻസ്, അല്ലേ? ഫസ്റ്റത്തെ ഏതാണ്? ലീഫ്. പ്ലാന്റ്സ് ഓഫ് പാർട്സ് നന്നായിട്ട് പഠിച്ചു വെച്ച് പോവാട്ടോ. ലീഫ്, സ്റ്റെം, റൂട്ട്. നെക്സ്റ്റ്, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്, അല്ലേ? ഗിവ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ്. നമ്മൾ പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്, അല്ലേ? എന്തൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് പഠിച്ചത്? ഗിവ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ് പഠിച്ചു. ദേ ഗിവ് ഷെയ്ഡ്, അല്ലേ? അവർ നമുക്ക് ഷെയ്ഡ് തരുന്നുണ്ട്. പിന്നെ എന്താണ്? ദേ ഗിവ് ഫ്രൂട്ട്സ്, അല്ലേ? ഫുഡ് ഫോർ ആനിമൽസിന് ഫുഡ് തരുന്നുണ്ട്. പിന്നെ എന്ത് തരുന്നുണ്ട്? ദേ ഗിവ് ഷെൽട്ടർ, അല്ലേ? അതുപോലെ ആക്ടിവിറ്റി 4B, ലീവ്സ് ദ ഫ്ലവേഴ്സ് ആണ്. ഫ്രണ്ട്സ് ആർ ബിസി വിത്ത് കളറിങ് ഫ്ലവേഴ്സ്, ഹെൽപ്പ് ദം ടു കളർ ഇറ്റ് സ്യൂട്ടബ്ലി, അല്ലേ? അപ്രോപ്രിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സ് ഓരോ ഫ്ലവേഴ്സിനും കൊടുക്കുക, അല്ലേ? ഫ്ലവേഴ്സിന് റെഡ് കളർ കൊടുക്കുക, ലീവ്സിന് എന്ത് ചെയ്യുക? ഗ്രീൻ കളർ കൊടുക്കുക. ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ? റൈറ്റ് ഇറ്റ് ഔട്ട്, അല്ലേ? എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ആകുന്നത്? ആസ് സിംഗിൾ ആൻഡ് ആസ് ബഞ്ച്, അല്ലേ? എന്തുകൊണ്ടൊക്കെയാണ്? ചിലത് എന്താണ്? കൂട്ടമായിട്ട് കാണപ്പെടും, ചിലത് ഒറ്റപ്പെട്ട് കാണപ്പെടും, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അല്ലേ? ലീവ്സിൻ്റെ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റൈറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ബോക്സിൽ
കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ്. ശരിയാണോ? നോ, തെറ്റാണ്. ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ആർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഏതാണ്? ശരിയാണ്. ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ആർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. തെറ്റാണ്. ദ സെക്കൻഡ് ആൻഡ് ദ ഫോർത്ത് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ്. അല്ലേ? ഏതാണ് ശരിയായ ആൻസർ? ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ആർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അല്ലേ? നിങ്ങൾ പഠിച്ചതായിരിക്കും നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അല്ലേ? ആ പിക്ചറിൽ കണ്ടോ നിങ്ങൾ? സെക്കൻഡിൽ കാണുന്ന ഏതാണ്? ക്രിസ്മസ് ട്രീ ആണ്. തേർഡിൽ എന്താ കാണുന്നത്? ഫ്രണ്ട്സ് ആണ്. അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. അല്ലേ? ഇനി ആക്ടിവിറ്റി 5 ബോഡി ഫീച്ചേഴ്സ് ആണ്. ദ ബോഡി പാർട്സ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. ഐഡൻറ്റിഫൈ ദ ഓർഗാനിസംസ് ആൻഡ് റൈറ്റ് ഇൻ ദ നെയിം. ഫസ്റ്റ് ഏതാ വരുന്നത്? ഏത് ബേർഡാണ് വരുന്നത്? ഏതാണ്? വുഡ് പീക്കർ ആണല്ലേ. സെക്കൻഡ് ഏതാണ് വരുന്നത്? ബോഡി പാർട്ട് കണ്ടിട്ട് പീക്കോക്കാണ്, മയിൽ. തേർഡ് ഡക്കാണ്. ഫോർത്ത് വരുന്നത് സീബ്ര. അല്ലേ? ബോഡി പാർട്സിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ഓർഗാനിസംസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കണം. അല്ലേ? അത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. അല്ലേ? ഓരോ ബോഡി ആനിമൽസിൻ്റെയും ബോഡി ഫീച്ചേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക കേട്ടോ. നെക്സ്റ്റ്, മാച്ച് ദം. സീ ഹോഴ്സ്, സീ കുക്കുംബർ, സീ ഹെഡ്ഗോഗ്, ബ്ലൂ വെയിൽ. ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത് ഏതാണ്? അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ബ്ലൂ വെയിലാണ്. അല്ലേ? ബ്ലൂ വെയിൽ ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത്. ഇനി സീ കുക്കുംബറിന് എന്താണ്? കുക്കുംബർ ഷേപ്പ്ഡ് സീ ആനിമൽ. ദെൻ സീ ഹെഡ്ഗോഗ് എങ്ങനെയാണ്? എ ബോൾ ഷേപ്പ്ഡ് സീ ആനിമൽ വിത്ത് ടോണി സ്പിനേഴ്സ് ഓൾ ഓവർ ദ ബോഡി. ദെൻ എന്താണ്? സീ ഹോഴ്സ് ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹോഴ്സ്. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ആൻസറിൽ തന്നെ, ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ക്ലോസ് കിടക്കുന്നുണ്ട്. അല്ലേ? ആനിമൽസിൻ്റെ ബോഡി ഫീച്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ടേമിൽ വരുന്ന എല്ലാ പാഠഭാഗത്തു നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആനിമൽസിൻ്റെ ബോഡി ഫീച്ചേഴ്സ് മനസ്സിലാക്കി വെക്കുക, പ്ലാന്റ്സിൻ്റെ പാർട്സ് മനസ്സിലാക്കി വെക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.